എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഹീറോയാണ് കാണിക്കുക. ഹീറോ കാര്യമായിട്ട് ഇപ്പൊ ന്യൂസ് ചാനലില് ലാസ്റ്റ് നടന്ന ഫൈറ്റിനെ കുറിച്ചുള്ള റിപ്പോർട്ട് അത് കണ്ടോണ്ടിരിക്കുകയാണ്. നമ്മുടെ കണ്ണാടി പയ്യനെ അവന്റെ അമ്മ വന്ന് ഡിസ്ചാർജ് ചെയ്ത് ഇപ്പൊ വീട്ടിലേക്ക് കൊണ്ടുപോകും. ടോഡറൊക്കെ ആണെങ്കില് അവനും റെഡി ആയിട്ട് വീണ്ടും ഇന്റേണിനായി അവന്റെ അച്ഛന്റെ ഏജൻസിയിലേക്ക് ഇപ്പൊ തിരികെ പോവും. പക്ഷെ നമ്മുടെ ഇസുക്ക് പയ്യൻ അവന്റെ ട്രീറ്റ്മെന്റ് അതിപ്പോഴും കഴിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ അണ്ണൻ ആള് കൂളാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ചപ്രത്തലേനെ അവന്റെ മാസ്റ്റർ നൈറ്റ് പെട്രോളിങ്ങിന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവനാണെങ്കില് അതൊന്നും ഒട്ടും ഇഷ്ടാവില്ല. എങ്ങനെയെങ്കിലും ഇന്റേൺ കംപ്ലീറ്റ് ചെയ്ത് അവന് വീട്ടിൽ പോയാൽ മതി എന്നൊരു ചിന്ത മാത്രമാണ് അവന്റെ മനസ്സിൽ. അപ്പൊ അവന്റെ മാസ്റ്റർ ചോദിക്കും, അഥവാ ഈ ഒരു സമയത്ത് ഒരു വില്ലൻ ഇപ്പൊ സിറ്റിയിലേക്ക് വരികയാണെങ്കിൽ നീ എന്ത് ചെയ്യും? അതിന് ചപ്രത്തലയും പറയും, ഞാൻ ആ വില്ലന്റെ കാലേ വാരി നിലത്തടിക്കും. അത് കേട്ട് മാസ്റ്ററിന്റെ കിളി പോയി. മാസ്റ്റർ അവനോട് പറയും, നീ ഇത്രയ്ക്ക് മണ്ടനാണോ? ഒരിക്കലും ആദ്യം ആ വില്ലന്റെ പുറകെ അല്ല പോവേണ്ടത്. നമുക്ക് ചുറ്റുമുള്ള ജനങ്ങളെ എത്രയും പെട്ടെന്ന് സേഫ് ആക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി. അങ്ങനെ അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പൊ മുൻപോട്ട് നടക്കും. അപ്പൊ ചപ്രത്തലേനെ കണ്ട് കുറച്ച് പൊടി പിള്ളേര് പറയും, അവനല്ലേ, ഇവനെയല്ലേ നമ്മൾ ടി വിയിൽ കണ്ടത്? അതെ, സ്പോർട്സ് മീറ്റിൽ ജയിച്ചത് ഇവൻ തന്നെയാണെന്ന് പറയുമ്പോ ചപ്രത്തലേന് വീണ്ടും അവന്റെ മനസ്സിലേക്ക് പഴയ മെമ്മറീസ് വരും. അവന് കലി കയറി ഇപ്പൊ കിടന്ന് അലറാൻ തുടങ്ങും. ഒറ്റൊരെണ്ണത്തെ പോലും എന്റെ മുൻപിൽ കണ്ടുപോകരുത്, ഗെറ്റ് ലോസ്റ്റ്. അത് കേട്ട് പേടിച്ചു വരച്ച് ഇപ്പൊ പിള്ളേര് സെറ്റ് അവരോട് രക്ഷപ്പെടും. മാസ്റ്റർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഇവനെ വെച്ച് ഞാൻ എങ്ങനെ ഈ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യും? അതേസമയം ഡോറയ്ക്ക് അവളുടെ മാസ്റ്റർ എങ്ങനെ എഫക്റ്റീവായി ഫാസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യണം എന്ന് ട്രെയിനിങ് കൊടുക്കാണ്. അവള് ചാടി വീണ് തലങ്ങും വിലങ്ങും മാസ്റ്ററിനെ ഇടിക്കാൻ ശ്രമിക്കും. പക്ഷെ മാസ്റ്റർ സിമ്പിളായി അവളെ വെട്ടിത്തിരിപ്പിച്ച് ഇപ്പൊ മടക്കി ലോക്ക് ചെയ്യും. മാസ്റ്ററിന്റെ പവറും കഴിവും കണ്ട് ഡോറ വണ്ടടിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നമ്മുടെ പെമ്പിള്ളാര് അവരിപ്പോ ഓൾമോസ്റ്റ് അവരുടെ ലൈഫ് തന്നെ മടുത്തിരിക്കുകയാണ്. ഒരു സൂപ്പർ ഹീറോ ആവണം എന്ന ആഗ്രഹത്തോടെ വന്ന അവര് ഇപ്പൊ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് സൂപ്പർ മോഡൽസായി മാറി. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് നമ്മുടെ ചോപ്പനും സ്റ്റീൽമാനും അവരുടെ മാസ്റ്റർ ആ നാടായ നാടൊക്കെ നടത്തി കുപ്പയും പാട്ടയും വേസ്റ്റുകളും ഒക്കെ പെറുക്കിപ്പിച്ച് ഇപ്പൊ നമ്പർ 1 പെറുക്കികളായി മാറ്റിയിരിക്കുകയാണ്. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ അടിപൊളി ഒരു കപ്പല് കാണിക്കും. ഇവിടെയാണ് ഇപ്പൊ നമ്മുടെ പ്രോഫി പെണ്ണ് അവൾ ഇന്റേൺ ചെയ്യുന്നത്. അവളിപ്പോ ആ കപ്പല് മുഴുവൻ തൂത്ത് തുടച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് അവിടെ വെച്ച് ഇപ്പൊ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കൂടെ കമ്പനിക്കായി കിട്ടും. അങ്ങനെ നമ്മുടെ 2 പെമ്പിള്ളാരും ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒരുപാട് കൊതി നുണയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 2 പേരും സൂപ്പർ ഹീറോസ് ആവാനാണ് ഇവിടേക്ക് വന്നത്. പക്ഷെ വന്ന അന്ന് മുതല് നമ്മൾ ഈ ഷിപ്പാണ് കഴുകിക്കൊണ്ടിരിക്കുന്നത്. അവരങ്ങനെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഹായ് ആയിട്ടിരിക്കുമ്പോ അവരുടെ ഏജൻസി മാസ്റ്റർ അവിടേക്ക് വരും. ആ നീല കോട്ടിട്ടവൻ ഇപ്പൊ ഒരുപാട് കലിപ്പില് അവരോട് ചൂടാവും. യു ഗായ്സ് ആർ അൺബിലീവബിൾ. നിങ്ങളോട് പണിയെടുക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് സമയം കളയാണല്ലേ? അതിന് അവര് പറയും, അയ്യോ ഇല്ല ഇല്ല, ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾക്ക് തന്ന എല്ലാ ജോലിയും ചെയ്തു കഴിഞ്ഞു. അതിനുശേഷമാണ് ഞങ്ങൾ സംസാരിച്ചിരുന്നത്. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ നീല മാസ്റ്ററിന് ഒരു ഇമ്പോർട്ടന്റ് കോൾ വരും. നമ്മുടെ പെമ്പിള്ളേർക്ക് മനസ്സിലാവും എന്തോ പ്രശ്നമുണ്ട്. നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഏതോ ഒരു മിഷൻ ഇപ്പൊ വീണ് കിട്ടിയിട്ടുണ്ട്. ഉടനെ ആ ഷിപ്പ് സ്റ്റാർട്ടായിട്ട് അത് മുൻപോട്ട് പോവും. ആക്ച്വലി ഇവർക്ക് കിട്ടിയ മിഷൻ അത് മറ്റൊന്നുമല്ല, കടലിലുണ്ടായിരുന്ന ഏതോ ഒരു കപ്പലിനെ ആരൊക്കെയോ ചേർന്ന് ഹൈജാക്ക് ചെയ്തു. അത് കണ്ടെത്താനാണ് ഇവരുടെ ടീം റെഡി ആയിട്ട് അവിടേക്ക് പോവുക. അപ്പൊ നമ്മുടെ പ്രോഫി പെണ്ണ് അവള് പറയും, എനിക്ക് തോന്നുന്നത് വില്ലന്മാര് അവര് ഹൈജാക്ക് ചെയ്ത കപ്പലില് ലിക്കറായിരുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അവരത് മറ്റൊരു ബോട്ടിലേക്കോ കപ്പലിലേക്കോ മാറ്റിയിരിക്കും. അത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചാൽ മാത്രമേ ഈ ഒരു മിഷൻ അത് സക്സസ് ആയി കംപ്ലീറ്റ് ചെയ്യാൻ കഴിയൂ. അത് കേൾക്കുമ്പോ ഇപ്പൊ നീല മാസ്റ്ററിന് ഒരുപാട് സന്തോഷാവും. നിന്റെ ഒബ്സർവേഷൻ അത് കറക്റ്റ് ആണെന്ന് പറഞ്ഞ് ഇപ്പൊ ബാക്കിയുള്ളവർക്ക് അതനുസരിച്ച് ഇപ്പൊ ഇൻസ്ട്രക്ഷൻ കൊടുക്കാനായിട്ട് തുടങ്ങും. നീല മാസ്റ്റർ ഉടനെ ഇപ്പൊ വെള്ളത്തിലേക്ക് എടുത്തു ചാടും. ആളുടെ പവർ സോളാർ സൗണ്ട് വെച്ച് എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കുക എന്നതാണ്. മാത്രമല്ല ഈ മാസ്റ്റർ ആള് വളരെ പവർഫുൾ ആണ്. ആള് ഹൈ സ്പീഡില് ഇപ്പൊ മുൻപോട്ട് നീന്തി ആ ഒരു കപ്പല് അതിന്റെ സൗണ്ട് വേവ്സ്
അടുത്തെവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അവരങ്ങനെ ആ കടൽ മുഴുവൻ അന്വേഷിച്ച് സമയം രാത്രിയായിരിക്കാണ്. അപ്പൊ തൊട്ടടുത്തായിട്ട് നീല മാസ്റ്റർ ഒരു ഫിഷിംഗ് ബോട്ട് കാണും. മാസ്റ്റർ ഉടനെ ചില അസിസ്റ്റൻസിനെ കൂട്ടി ഇപ്പൊ ആ ബോട്ടിന്റെ അടുത്തേക്ക് നീന്തി അടുക്കും. അത് കണ്ട് നമ്മുടെ പ്രോഫി പെണ്ണ് അവള് ചോദിക്കും, മാസ്റ്ററിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ കൂടെ വന്നോട്ടെ. എന്റെ ഇന്റേൺഷിപ്പിന് ഈ ഒരു മിഷൻ അത് വളരെയധികം ബെനിഫിറ്റ് ആയിരിക്കും. അതിന് മാസ്റ്ററിന് കലിപ്പ് കയറി അവളോട് വായടച്ച് അവിടെ തന്നെ ഇരിക്കാൻ പറയും. അത് കേട്ട് ഇപ്പൊ നമ്മുടെ പെങ്കുച്ച് അവള് ചമ്മി ഐസാവും. അവളുടെ ഫ്രണ്ട് ഇപ്പൊ അവളുടെ തോളത്ത് തട്ടിയിട്ട് പറയും, കുഴപ്പമില്ല, നമ്മുടെ മാസ്റ്റർ അല്ലേ, നീ അതൊന്നും കാര്യാക്കണ്ട, നമുക്ക് ഇവിടെ നിന്ന് മാസ്റ്ററിന് വേണ്ട സപ്പോർട്ട് കൊടുക്കാം. കട്ട് ചെയ്ത നീല മാസ്റ്റർ ആ ഷിപ്പിംഗ് ബോട്ട് അത് മുഴുവൻ അരിച്ചു പറക്കും. പക്ഷെ അവിടെ എവിടെയും ലിക്കർ ബോട്ടിൽസ് ഉണ്ടാവില്ല. അത് കണ്ട് ആ ബോട്ടിലെ സെയിലർ ഇപ്പൊ നീല മാസ്റ്ററോട് പറയും, ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ ഞങ്ങളുടെ ബോട്ടില് ഒന്നുമില്ലാന്ന്. അത് കേട്ട നീല മാസ്റ്റർ ബോട്ടിൽ മീൻ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ക്യാബിൻ ചൂണ്ടിക്കാണിച്ച് ഇതിന്റെ അകത്ത് എന്താണെന്ന് ഇപ്പൊ അവനോട് ചോദിക്കും. അതിന് സെയിലർ പറയും, അതിന്റെ അകത്തും മീൻ തന്നെയാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ലാന്ന് പറഞ്ഞ് അവരാ ഡോർ ഓപ്പൺ ചെയ്യും. അപ്പൊ മാസ്റ്ററും അസിസ്റ്റൻസും അതിലേക്ക് നോക്കും. ഇത് ഫുൾ ഡാർക്ക് ആണല്ലോ എന്ന് പറഞ്ഞ് അവര് കുറച്ചും കൂടെ തീഷ്ണമായിട്ട് നോക്കും. ആ ഗ്യാപ്പിൽ 2-3 പേര് വന്ന് നമ്മുടെ ആൾക്കാരെ തള്ളി ആ ഒരു ബോക്സിലിട്ട് ഇപ്പൊ ഡോർ അടയ്ക്കും. അപ്പൊ സെയിലർ അവൻ പേടിച്ച് വിറച്ച് പറയും, ദയവ് ചെയ്ത് എന്നെ ഒന്നും ചെയ്യരുത്, നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാ കാര്യവും ഞാൻ ചെയ്തില്ലേ, ഇനിയെങ്കിലും എന്നെ വെറുതെ വിട്ടൂടെ. ആക്ച്വലി ആ ഒരു ബോട്ടാണ് വില്ലന്മാര് ഹൈജാക്ക് ചെയ്തത്. അതിലുള്ള സെയിലറിനെ അവനെ ഭീഷണിപ്പെടുത്തിയാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയിപ്പിച്ചത്. വില്ലന്മാരുടനെ ആ ഡോർ തുറന്ന് അവനെയും തൂക്കി അതിലേക്കിടും. ഒരുപാട് നേരായിട്ടും നമ്മുടെ കപ്പലിലുള്ളവർക്ക് ഇപ്പൊ മാസ്റ്ററുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഫ്ലോപ്പിയുടെ ഫ്രണ്ട് അവള് ഹൈ ഫ്രീക്വൻസി സൗണ്ട് അത് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ കറക്റ്റ് ആയിട്ട് ഇപ്പൊ അവരുടെ മാസ്റ്ററുടെ സൗണ്ട് അവള് കേൾക്കും. മാസ്റ്റർ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും, ഈ ബോട്ട് ആക്ച്വലി കള്ളന്മാര് ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്, പക്ഷെ ലിക്കറൊക്കെ വേറെ ഏതോ കപ്പലിലാണ് അവർ ഒളിപ്പിച്ചിരിക്കുന്നത്. ഇവര് നമ്മുടെ ശ്രദ്ധ തെറ്റിക്കാൻ ശ്രമിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ആ കപ്പല് അത് കണ്ടുപിടിക്കണം. ഉടനെ ഫ്ലോപ്പിയുടെ കൂട്ടുകാരി പെണ്ണ് എല്ലാവരോടും മാസ്റ്റർ പറഞ്ഞ കാര്യം പറയും. അവരുടനെ അങ്ങനെ ഒരു കപ്പല് അവിടെ എവിടെയെങ്കിലും ഉണ്ടോന്ന് സെർച്ച് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വീണ്ടും നമ്മുടെ ആൾക്കാര് അവിടെ മുഴുവൻ അന്വേഷിക്കുമ്പോഴായിരിക്കും അങ്ങ് ദൂരത്തായിട്ട് ലോങ് ഷോട്ടില് പാറകൾക്കിടയില് ഒരു കപ്പല് കാണുക. ആ കപ്പലില് ചുന്ദരിയായിട്ടുള്ള ഒരു മഞ്ഞ പെണ്ണ്. ഉടനെ നമ്മുടെ 3 ആൾക്കാരും കപ്പലിലേക്ക് ചാടി വന്ന് അവളെ കെട്ടിയിടും. നമ്മുടെ പെമ്പിള്ളാരുടെ കൂടെ ഉണ്ടായിരുന്ന സോൾജിയർ അവൻ ഡോർ തുറന്ന് അകത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കും. പക്ഷെ എന്തോ ഒരു സാധനം അവനെ അടിച്ച് ദൂരേക്ക് തെറിപ്പിക്കും. അതിനുശേഷം ആ സാധനം അത് പുറത്തേക്ക് വരും. ആ വില്ലനെ കാണാൻ ഒരു ഓക്ടോപ്പസിനെ പോലുണ്ടാവും. അതിന്റെ ഒരു ടെൻഡിക്കിൾ ഉപയോഗിച്ച് ഫ്ലോപ്പി പെണ്ണിന്റെ ഫ്രണ്ടിനെ ഇപ്പൊ അങ്ങനെ ചുരുട്ടി പിടിക്കും. അവളുടെ ചെവിയിലുണ്ടായിരുന്ന ഒരു റേഡിയോ റാഡ് അതെടുത്ത് ഇപ്പൊ ഫ്ലോപ്പിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയും, നിങ്ങളുടെ ആൾക്കാരെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഡൈവേർട്ട് ചെയ്ത് വിട്, അല്ലെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ ഫ്രണ്ടിനെ ഞാൻ കൊന്നുകളയും. അപ്പൊ നമ്മുടെ തവളപ്പെണ്ണ് ഫ്ലോപ്പി അവൾ ഒരു സെക്കൻഡ് ഇപ്പൊ ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കിൽ അവളുടെ ഫ്രണ്ട് പറയും, എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ മാസ്റ്ററിനെതിരായി നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. ഉടനെ അവള് വിളിച്ചു പറയും, മാസ്റ്റർ, ഞങ്ങൾ 2 പാറകൾക്കിടയിലുള്ള ഒരു കപ്പലിലുണ്ട്, വില്ലന്മാർ ഞങ്ങളെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് ഓടിവായോ. അത് കേട്ട് കലിപ്പ് കയറിയ വില്ലൻ അവനിപ്പോ ഫ്ലോപ്പിയെയും അവളുടെ ഫ്രണ്ടിനെയും അടിച്ചു തെറിപ്പിക്കുകയാണ്. ആ ഒരു അടിയില് പ്രോഫിയുടെ ഫ്രണ്ട് അവളുടെ ബോധം പോയി താഴെ വീഴും. പക്ഷെ പ്രോഫി അവള് ചാടി ഓടി അടുത്തുള്ള ഒരു മരത്തില് അങ്ങനെ പിടിച്ചിരിക്കും. അവള് നൈസായിട്ട് അവളുടെ നാക്ക് നീട്ടി അവളുടെ ഫ്രണ്ടിനെ രക്ഷിക്കാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും ഓക്ടോപ്പസ് അവൻ അവളുടെ നാവ് ചുരുട്ടി പിടിച്ച് ഇപ്പൊ നിലത്ത് കറക്കി അടിക്കും. പ്രോഫി പെണ്ണ് അവളിപ്പോ ശ്വാസം വലിച്ചു വിട്ട് അങ്ങനെ കിടക്കും. വില്ലൻ വീണ്ടും അവളെ അടിക്കാനായിട്ട് അവളുടെ തൊട്ടടുത്തേക്ക് വരും. പക്ഷെ കറക്റ്റ് സമയത്ത് നമ്മുടെ നീല മാസ്റ്റർ ആളി ചാടി വീണ് വില്ലനെ അടിച്ചു തെറിപ്പിക്കും. പിന്നെ 2 പേരും കട്ടയ്ക്ക് നിന്ന് വമ്പൻ അടി ഇടി ബഹളം. ഫൈറ്റിന്റെ അവസാനം നീല മാസ്റ്റർ ആള് കറങ്ങി വന്ന് ഫുൾ പവർ എടുത്ത് വില്ലനെ ഒരൊറ്റ അടി. ആ അടിയില് അവന് പിന്നെ അനക്കൊണ്ടാവില്ല. അങ്ങനെ ഒരു വിധത്തില് നമ്മുടെ 2 പെമ്പിള്ളേരും ഇപ്പൊ സേഫായി. മാത്രമല്ല വില്ലന്മാര് അവര് ചത്തു മലച്ച് കിടക്കുകയാണ്. പ്രോഫിക്കാണെങ്കിൽ ഭയങ്കര ഹാപ്പി. കാരണം ഇത്രയും നല്ലൊരു സ്ഥലത്താണ് അവളിപ്പോ ഇന്റേൺഷിപ്പിന് വന്നത്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത
വില്ലന്മാരെ എല്ലാവരെയും നേവി ഓഫീസേഴ്സിനെ ഏൽപ്പിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പൊളി.